ഹായ് കൂട്ടുകാരെ, ഇവന്റെ പേരാണ് കുട്ടുമോൻ. ഇവന് സുഖമില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പരിശോധിക്കാം. ഇവനെ പറ്റി ഹാർട്ട് ശരിയുണ്ടല്ലോ. ഓക്കെയാണ് കേട്ടോ. ഇവന് പനിയുണ്ടെന്ന് തോന്നുന്നു. പനിയില്ല. ഇവന്റെ പ്രഷർ ഒന്ന് ചെക്ക് നോർമലാണ്. പിന്നെ കുറച്ച് ഇവന് പനിയുള്ളത് കൊണ്ട് നമുക്ക് മരുന്ന് കൊടുക്കാം. മരുന്ന് കഴിക്കുമ്പോ കരയുമോ? കൂട്ടുകാര് കരയില്ലേ മരുന്ന് കഴിക്കുമ്പോ? പക്ഷേ കുട്ടുമോൻ മിടുക്കനാണ് കേട്ടോ. മരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ? അവന്റെ കാലിലും കൈക്കൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലാസ്റ്റർ ഒട്ടിച്ചാലോ? പിന്നെ അവന്റെ മുഖത്തൊക്കെ കൊതുക് കടിച്ച് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ബ്ലഡ് എടുത്ത അവന്റെ ബ്ലഡ് ചെക്ക് ചെയ്യാം. നമുക്ക് വൈറസിനൊക്കെ നമുക്ക് ഇല്ലാതാക്കാം. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ, ഇങ്ങനെ നെറ്റിയിൽ പനിക്ക് വേണ്ടി വെക്കുന്നുണ്ട് തോന്നുന്നു. അത് റെഡി ആയിട്ടുണ്ട്. അവന്റെ മുഖത്തുള്ള പാടുകൾക്ക് കുറെ പാടുകളുണ്ട്. അതിനൊക്കെ മരുന്ന് വെച്ചിട്ടാം. അവന്റെ ചെവി ക്ലിയർ ആക്കാം. അവന്റെ ചെവി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അതൊക്കെ ആയിട്ടുണ്ട് കുട്ടികളെ. പിന്നെ അവന്റെ കണ്ണ് ചുവന്നിട്ടുണ്ട്. നമുക്ക് അതിൽ മരുന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് നോക്കാം. അതിനെന്താണ് കുട്ടുമോന് പറ്റിയെന്ന് നോക്കാം. അവന് കളിക്കാണ്. നമുക്കൊന്ന് കളിക്കാം. ആദ്യം എന്ത് കളറാ? ബ്ലൂ കളർ. ഇതില് ബ്ലൂ, പിങ്ക്, ഗ്രീൻ, യെല്ലോ, പർപ്പിൾ. അത് സെറ്റ് ആയിട്ടുണ്ട്. അടുത്തെന്താ? ഒരു പസിലാണ്. ഇതെവിടെയാ വെക്കണ്ടേ? അതവിടെ. അടുത്തത് എടുത്ത് നോക്കാം. ഇവിടെയാ. ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്തത് നോക്കാം. സെറ്റ് ആയിട്ടില്ല. പിന്നെ അടുത്തത് എടുത്ത് നോക്കാം. അത് ശരിയാണ്, അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്തത് അതിന് രണ്ടെണ്ണം കൂടി ബാക്കിയുള്ളൂ. അതിനൊന്ന്, രണ്ടെണ്ണം ഉണ്ടല്ലേ? സെറ്റ് ആയിട്ടുണ്ട്. 2 പാൻഡകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പസിൽ പൂർത്തിയായിട്ടുണ്ട്. അടുത്തത് ഒരു പിയാനോ ആണ്. നമുക്കതിൽ മ്യൂസിക് ഒക്കെ ചെയ്താം. മ്യൂസിക്കൊക്കെ നല്ല രസമുണ്ടല്ലേ? അടുത്തത് കിട്ടുമ്പോൾ നോക്കാം. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അടുത്തത് എന്താ? കുട്ടുമോന് ഭക്ഷണം കൊടുക്കാണ്. ആദ്യമായിട്ട് ഒരു ആപ്പിൾ അവന് കഴിച്ചു. ഇനി അവന് പാല് കൊടുക്കാം. പാലുണ്ടാക്കാം. നമുക്ക് കുറച്ച് പൊടിയെടുത്ത് അവൻ്റെ കുപ്പിയിലോട്ട് ഇടാം. അതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം. അത് മൂടി വെച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് കുട്ടുമോന് കൊടുക്കാം. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവൻ മുഴുവനും കുടിച്ചു. പിന്നെ അടുത്തത് അവനൊരു ജ്യൂസ് വേണം. അതിന് വേണ്ടി നമുക്ക് ആപ്പിൾ ജ്യൂസ് തന്നെ കൊടുക്കാം. ആപ്പിൾ ഇട്ടെടുക്കാം. അതിലേക്ക് മിൽക്ക് ഒഴിക്കാം. മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് മിക്സി ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ജ്യൂസ് ആയിട്ടുണ്ട്. ഇതിന് അവന് കൊടുക്കാം. നമുക്ക് കുട്ടുമോന് കൊടുക്കാം. കുട്ടുമോന് കഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടുമോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് എന്താ? കുട്ടുമോനൊരു ബേബി ഫുഡ് കൊടുക്കുകയാണ്. അതിനടുത്ത് നമുക്ക് ഫുഡ് അതിലെ പൊടിയിട്ട് മിൽക്ക് ഇട്ട് കൊടുക്കാം. മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം.
Fantastic. ആ കുട്ടുമോൻ കഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടുമോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫുഡ്. Great job. പിന്നെ അടുത്തത് അവനൊരു കേക്ക് വേണം. അതായത് കേക്കാണ് കൊടുക്കുക. നല്ല അടിപൊളി സ്ട്രോബെറി കേക്കാണ് കൊടുക്കുന്നത്. ഇത് അവൻ മുഴുവനും കഴിച്ചു. അടുത്തത് എന്താ? കിട്ടുമോൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. കിട്ടുമോൻ ഉറങ്ങുകയാണ്, പക്ഷെ കൊതുകുകൾ ശല്യം ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ കൊല്ലാം. അവന്റെ മൂക്കിൽ നിന്നൊക്കെ മൂക്കുകളൊക്കെ വൃത്തിയാക്കി കൊടുക്കാം. പിന്നെ അവന് നിപ്പിൾ വെച്ച് കൊടുക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിപ്പിൾ എടുക്കാം. അവൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്. അതിനടുത്തത് എന്താ? അവന്റെ പാമ്പേഴ്സ് പുതിയൊരെണ്ണം ഇട്ട് കൊടുക്കാം. ആദ്യം പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് പുതിയൊരു അവനിട്ട് കൊടുത്തു. ഒരു ഉമ്മയും കൊടുത്ത് ഒരു പാട്ടൊക്കെ കേട്ട് ഒരു ടെഡിയൊക്കെ അടുത്ത് വെച്ച് അവൻ നല്ല കുട്ടിയായിട്ട് ഉറങ്ങുകയാണ്. നല്ല കുട്ടിയാണല്ലേ കുട്ടി. അവൻ ഉറങ്ങട്ടെ. ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം. പതുപ്പിട്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തത് അവന് കുളിക്കാണ്. രാവിലെ എഴുന്നേറ്റ് കുളിക്കാണ്. വെള്ളത്തിലേക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് സോപ്പിട്ട് നന്നായി തേച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് അവൻ്റെ അഴുക്കൊക്കെ കളയാം. കുറേ പതയുണ്ടെന്ന് തോന്നുന്നു. വെള്ളം കുട്ടിയിട്ടും മതിയാകുന്നില്ല. ഇനി നമുക്ക് എന്താ ചെയ്യാം? ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് തോർത്തി കൊടുക്കാം. വെച്ച് അതിൻ്റെ മുഖമൊക്കെ ഒന്ന് തോർത്തി കൊടുക്കാം. അതിന് തല ഒന്ന് മുടി ഒന്ന് ക്ലിയർ ആക്കാം. കൈവച്ച് സോപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ കഴുകി കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തോർത്തി കൊടുക്കാം. എന്നിട്ട് അവന് കുറച്ച് സമയം വെള്ളത്തിൽ കളിക്കട്ടെ അല്ലേ. നമുക്കൊരു ഡെക്ക് ഒരു ബോൾ ഇട്ട് കൊടുക്കാം. കുറച്ചൊന്നും കളിച്ചിട്ട് പിന്നെന്താ അടുത്ത് നമുക്ക് കുട്ടുമോന് ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ടീഷർട്ട്, പർപ്പിൾ യെല്ലോ കളർ ടീഷർട്ട് ഇട്ട് കൊടുക്കാം. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. അതുപോലെ അതിന് മാച്ചാകുന്ന ഒരു പാൻറ് ഇട്ട് കൊടുക്കാം. ഇത് മാച്ചല്ല. ഇത് അതിന് മാച്ചായിട്ടുണ്ട്. പിന്നെ ഒരു ഷൂ ഇട്ട് കൊടുക്കാം. അവന് ഡ്രസ്സിന് മാച്ചുള്ള ഷൂ ഇട്ടെടുത്ത്. അപ്പോൾ ഓക്കെ.